ഗൈസ് ഇന്നെ സ്റ്റോറി ഇപ്പൊ കുറച്ച് കുഞ്ഞം മത്തിയിട്ടിട്ടു. ഇപ്പൊ കണ്ട വഴിക്ക് മത്തിപ്പീര് വെക്കാൻ ആഗ്രഹം. ഞാനിത് മറ്റേ നമ്മുടെ കൊറോണ സമയത്ത് വെച്ചതാ, മറന്നുപോയി. ഇപ്പൊ ഇത് ഇവിടെ ഇപ്പൊ ചിലപ്പോ നന്നാവില്ല മത്തിപ്പീര വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് ഞാനായിട്ട് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ രസമുണ്ടാവും. ഇവിടെ വെച്ച് ചിരിച്ചല്ലേ ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കാനാ വെക്കണെന്ന്. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറുള്ളി, അതുപോലെ തേങ്ങാപ്പീര അതേ മേടിച്ചു പോകുന്നുണ്ട്. വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇത്തിരി ജീരകം. അത് ഞാൻ ഇടുന്ന മിക്കവരും ഇടാറില്ല, ഞാൻ ഇത്തിരി ഇടുന്നുണ്ട്. ഞാൻ മുമ്പ് ഇട്ട് ചിരിച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളൊന്നും ചെയ്യാണ്ട്. പിന്നെ നാടൻ വെളിച്ചെണ്ണ. ഇത്ര സംഭവം ഇത് ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. മത്തികളോട് ഞാൻ കഴുകാൻ വേണ്ടി ഞാൻ കഴുകല്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാണ്ട്. അപ്പൊ അത് ഇവിടെ താനോട് ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ കഴുകി കുറച്ച് ഉപ്പും മഞ്ഞളും വരട്ടി മഞ്ഞപ്പൊടിയും വരട്ടി ഇവിടെ വെക്കും. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ബാക്കി മരാമ്പത്ത് പണികൾ ഇവിടെ ഇപ്പിക്ക് പോകാൻ എനിക്ക് ധൈര്യം കുറവുണ്ട്. കുഞ്ഞമ്മത്തിയാണ്. അപ്പൊ കഴുകലും കുറച്ച് വറക്കാൻ കുറച്ച് കുടമ്പുളി ഇറങ്ങിടണം. ഒരു 3-4 മതിയാവും. ഞാൻ 1 കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ 1 കിലോ മൊത്തം ഞാൻ എടുക്കണില്ല. നമ്മൾ കുറച്ച് വറക്കാൻ എടുക്കണ്ടേ. ഈ മത്തിന്ന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വറക്കാനും കുറച്ച് മത്തിപ്പീര വറ്റിക്കാനും. ചിലർ പറ്റിക്കാന്ന് പറയാം. നമ്മള് വറ്റിക്കാന്നാണ് ശരിക്കും. അത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ബ്ലോഗ് എടുക്കുമ്പോൾ ഒരു മത്തിപ്പീര പറ്റിക്കാനാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത്. ഇവള് വാ തുറന്ന വലിയ പറയുമോ. അപ്പൊ 1 2 3 4 4 കുടമ്പിട്ടുണ്ട്. 1 കിലോ 4 മതിയാവും. മുമ്പത്തെ കണക്ക് എനിക്ക് ഓർമ്മയില്ല. കണ്ടു വെച്ചാ കൊറോണ എന്തായിരുന്നു 2020 അല്ലെ 2021. ആ സമയത്തങ്ങാണ്ട് ഞാൻ കൊറോണ സമയത്ത് ഒരു 2 മാസം റൂമിൽ നിന്നപ്പോ പഠിച്ചതൊക്കെ യൂട്യൂബ് വെച്ച് പഠിച്ചാ. പിന്നെ തന്നെ വെച്ച് പഠിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ചേട്ട കിച്ചണിൽ കയറാത്തത്. ദുബായിലുള്ള ആണുങ്ങൾ കിച്ചണിൽ കയറുള്ള കുറവായിരിക്കും. കാരണം എന്താ അറിയോ, നമ്മൾ കിച്ചണിൽ കുറവായിരിക്കുന്ന കെട്ടിയോമാരെ കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. കല്യാണം കെട്ടിയോമാരായിട്ടുള്ള ആൾക്കാരല്ല, അത് പ്രവാസികളാണെന്നല്ല. ഇവരൊക്കെ പോയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യും, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് പ്രവാസികളായിട്ടുള്ള ആണുങ്ങളുടെ കാര്യമല്ല, കല്യാണം കഴിഞ്ഞ ആണുങ്ങളുടെ കാര്യം. അവര് ജോലിക്ക് പോയിട്ട് കിച്ചണിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു വേപ്പില നുള്ളാൻ പോലും പുറത്തു കൊണ്ട. ചിലക്ക് തേങ്ങ വരെ വിളിച്ചു ഇവിടെ എത്തും, മനസ്സിലായോ? തേങ്ങ പോലും ചേരണണ്ട. ഇതിന്റെ ഇടയില് നമ്മളെങ്ങാനും കിച്ചണിൽ കയറി എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവര് കിച്ചണിൽ കയറുണ്ടാവില്ല. പിന്നെ എല്ലാ സാധനങ്ങളും വിളിച്ചു വരും, നമ്മളെ കുക്ക് ചെയ്യേണ്ടി വരും. ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ആയതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇനി മേലെ അതിനകത്ത് ഞാൻ കയറൂല. ഓക്കെ, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഞാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടുപിടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വീഡിയോ വന്നിട്ട് ഇന്ന് വരെ കിച്ചണിലേക്ക് കയറിയില്ല. കാരണം ഇവിടെ എനിക്കറിയാം, ഇത് ഞാൻ ഇന്ന് ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ കയറേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കയറാത്തത്. അപ്പൊ അത് കുടംപുളി എടുത്തിട്ടു. ബാക്കി സാധനങ്ങൾ ഞാൻ പൊണ്ടാട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം വൈകിട്ട് ഷഡേ നിങ്ങൾ വരാം. ഒരു 10 ചെറുള്ളി എടുത്തോ. ഓക്കെ, തേങ്ങ അത് ഫുള്ള് എടുക്കണ്ടടാ. ആ തേങ്ങ കൂടുതൽ സംസാരിച്ചാലേ ബാക്കിയുള്ള കൂടി ഞാൻ ചെയ്തു. ബൈ. മീൻ കഴുകി ക്ലീനാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചാച്ചൻ പറഞ്ഞ പോലെ കറക്റ്റ് എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ചെറിയുള്ളിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതൊക്കെ ഇനി നന്നാക്കി സെറ്റ് ചെയ്തിട്ട് വേണം ചാച്ചനെ വിളിക്കാനായിട്ട്. ഞാൻ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മയുടെ അടുത്താണ് കേട്ടോ. എനിക്ക് നേരം പോക്ക് ഇപ്പം മമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ മമ്മയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച നാട്ടിലേക്ക് പോവാണ്. അതിന് ശേഷം ഞാനിവിടെ വീട്ടിൽ കട്ട പോസ്റ്റായിരിക്കും. അങ്ങനെ നന്നാക്കി പിടിച്ച് വന്നപ്പോഴത്തേക്കും ചാച്ചൻ എണീറ്റു കേട്ടോ. ഒരു 10-20 മിനിറ്റേ ആൾ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഉറങ്ങണ സമയം മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അനക്കാണ്ടിരുന്നത്. അങ്ങനെ അതേ ചാച്ചൻ എണീറ്റ് വന്നിട്ടുണ്ടേ. കഴിഞ്ഞു. കറക്റ്റ് 11 മണിക്ക് ഞാൻ വിളിച്ചു. മുളക് കയറിയില്ല. അതുപോലെ ഒരു 1 2 5 രണ്ടാക്കി വെച്ചത് രണ്ടാക്കി കയറി. ഇപ്പൊ ഒന്നേ മാറി ഞാൻ ചെയ്യുന്നില്ല. നിക്കാച്ചാ കത്തി തന്നെ പിടിക്കാതെ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാലേ ഈ കണ്ട ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ട്
ഇതൊക്കെ ചടപട കാര്യങ്ങളാണ്. എനിക്ക് അങ്ങനെ ചടപട ചെയ്യാൻ പറ്റില്ല, എനിക്കെല്ലാം സാവധാനത്തിൽ ചെയ്യണം. ഇഞ്ചി കുറച്ചുകൂടി വേണം. ഇഞ്ചി നിറച്ച് ഇഞ്ചി കട്ട് ചെയ്തപ്പോ ഒന്നുമില്ല. അതെ, ആ ഫ്രിഡ്ജിലുണ്ട്. അപ്പം നമ്മൾ പണി തുടങ്ങാണ്. ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് തേങ്ങയുടെ അരപ്പ് അങ്ങോട്ട് അടിച്ചെടുക്കാം. കുറച്ച് മതിയാവും, കുറച്ച് ബാക്കി വയ്ക്കാം. എത്രത്തോളം ഉണ്ട് അത്രത്തോളം നല്ലതാണ്, പക്ഷെ ഞാൻ കുറച്ചെടുക്കണുള്ളൂ. ഇത് മതി. ഓക്കെ, ഞാൻ ഇടുന്നതിന് അളവൊന്നുമില്ല കേട്ടോ. ഇനി അളവൊന്നും ചോദിക്കരുത്. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. എല്ലാവരും മനക്കണക്കാണ്. ഇവിടെ എല്ലാവരും മനക്കണക്കിൽ പോകുള്ളൂ. അപ്പം അതിലേക്ക് ഇത് കുറച്ച് കറിവേപ്പില, ഇത്തിരി, പിന്നെ ബാക്കി കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി, 3-4 കീറുമുളക്. ഓക്കെ, പിന്നെ ഇത് ജീരകം ഉണ്ടോ? അവളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവൾ ജീരകത്തിന് പെരുംജീരകം ഇടും. ജീരകം ഒരു ഇത്തിരി ഇത് കുറച്ചിട്ടാൽ മതി വേണമെങ്കിൽ. ഞാൻ ഇട്ടുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, നോ പ്രോബ്ലം. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോ, മാറിപ്പോരുത്, മഞ്ഞപ്പൊടിയാണ് ഇവിടെ. ഇത് ഇത്തിരി ഇട്ടേക്കാം, കുറഞ്ഞില്ല. ഒരു 1/4 ടീസ്പൂൺ, അത് 1/4 ടീസ്പൂൺ മതിയാവും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതങ്ങോട്ട് ഇടുക. അടി. നമുക്ക് ഇനി അടിച്ചിട്ട് ബാക്കി നോക്കാം. എവിടെയുണ്ട് സുനാമ്പലി? എവിടെ? അങ്ങോട്ട് ഒരുപാടൊന്നും മിക്സ് ആക്കണ്ട, കുറച്ച് മതി. എൻ്റെ പ്ലഗ് യെസ് തന്നെ. എന്നിട്ട് നമുക്ക് നല്ല പടങ്ങ് പിടിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ പണി കഴുകി ചട്ടി കമത്തി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടെ വാരി അങ്ങോട്ട് കുതിരണേ. ഓക്കെ, ഈ ഇതിരയിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങയുടെ പീരണിട്ട് കൊടുക്കുക. ഒരുപാട് അടിക്കണം കേട്ടോ പീര. അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചമ്മന്തി പരിവായി പോവും. ആ ലെവലിലേക്ക് വരണ്ട, ചെറുതാക്കി അടിച്ചാൽ മതി. അമ്മിക്കുണ്ടെങ്കിൽ അമ്മിയിലടിച്ചോ, സൂപ്പറായിരിക്കും. നമുക്കിവിടെ അമ്മിയൊന്നുമില്ല, അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചു. ഇന്ന് എടുക്കാൻ 10 ആൾ വേണമല്ലോ ദൈവം. യെസ്, കഴിഞ്ഞോ? നീ ഇല്ലത്തോണ്ട് നാക്ക് വരെ തെരിച്ചോണ്ടിരിക്കുന്നു. ദേ ഈ ജാറല്ലേ, ഈ ജാറ് മൈക്ക് വെച്ചാ, ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം എടുക്കും. ഒത്തിരി എടുത്തായി വെള്ളം. മൈക്ക് വെക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ പീര കഴുകി വെള്ളം ഉടച്ചിട്ടുണ്ട്. ഇനി പീര ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുടംപുളി, വെള്ളത്തിലിട്ട കൊടംപുള്ളി കുതിർന്നില്ല അല്ലേ, കൊടംപുള്ളിയിലേക്ക് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച കൊടംപുള്ളിയുടെ. ഓക്കെ, പിന്നെ അതിലേക്ക് നമ്മുടെ നന്നാക്കിയെടുത്ത മത്തിക്കൊട്ടമരം കൊണ്ട് നിരത്താം. ഓക്കെ, ശരിക്കും പറഞ്ഞത് നീന്നെ കൊണ്ട് ഇളക്കിപ്പിക്കണം. നീ ഇളക്കിയാൽ മതി, ഞാൻ ഇളക്കിയാലും മണം വരും. എനിക്ക് ഒട്ടിക്ക് പാടില്ല ഗൈസ്. ഇനി ഇതിലേക്ക് ഇട്ടില്ലേ, ഇനി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് പിടിക്കുക. ഓക്കെ, അത് പിടിച്ചാണെന്ന് ഇളക്കി, മസ്തി പിടിച്ചാണ്ട് ഇളക്കി ഗൈസ്. ഇളക്കാൻ ഞാൻ ഇവളെ ഏൽപ്പിച്ചു. കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനുള്ള മത്തിയുടെ മണം കൊണ്ട് ഡ്യൂട്ടിക്ക് പോയാൽ ശരിയാവില്ല. അത്ര വേണ്ട, കുറച്ചിട്ടാൽ മതി. കുറച്ച് കേട്ടോ. മതി. ശരിക്കും അങ്ങോട്ട് നസുക്കി വിട്ട് സുഖാമി, നസുക്കി വിട്ട്.
ആ അങ്ങനെ തന്നെ. ഓക്കെ. കുടംപുളി ഇട്ടു, ഇച്ചിരി വെള്ളം ഒഴിച്ച് സെറ്റായാ? ഓക്കെ. ആ ഇത് ഇങ്ങനെ തന്നെ വേവിക്കാൻ പറ്റുമോ? ഇനി കഴുകി വെച്ച വെള്ളം എനിക്ക് ഒഴിച്ച്. ഇത് ഓക്കെയാണോ? അത് ഓക്കെയാ. കഴുകി വെച്ച വെള്ളം മണമേനുണ്ട്, മിക്സാക്കി മണമുണ്ട്. ഓക്കെ, കഴുകി വെച്ച വെള്ളം എനിക്ക് ഒഴിക്കും. ഉപ്പിട്ടില്ലല്ല? ആ മതി മതി. ഞാൻ ഇട്ടിട്ടില്ല. ഇത്തിരി ഉപ്പിട്ട്. ഇത്തിരി ഉപ്പല്ല, ഒരു 3/4 സ്പൂൺ ഉപ്പിട്ടോ. ഉപ്പിട നിൽക്കുക, എന്നിട്ട് ഉപ്പിട്ടിട്ട് കുഴച്ചാൽ മതി. ഉപ്പിടാൻ മറന്നുപോയി. എനിക്കിങ്ങനെ മറവിയുടെ ഒരു പ്രശ്നമുണ്ട്. ഉപ്പിട്ടു വേണം. ഇട്, ഒരു സ്പൂൺ ഇട്ടോ. എന്നിട്ട് നിറച്ചെടുക്കണ്ട, കാണിച്ചേ. കേട്ടോ, കുറച്ച് ബാക്കി വെച്ചേക്ക്. മീനിൽ ഉപ്പിട്ടുണ്ട്. മതി മതി മതി. മീനിൽ ഉപ്പിട്ടുണ്ട്, അപ്പോൾ അത് മതി. മീനിൽ ഞങ്ങൾ നേരത്തെ ഉപ്പിട്ട് വെച്ചാണ്, അതുകൊണ്ട് കുറച്ചിട്ട് കേട്ടോ. ഇനി ബാക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാമല്ലോ. നിങ്ങൾ ഇതിനകത്ത് തന്നെ അവിടെ അളവും ചോദിക്കരുത്. വേറെ പ്രവാസിയുടെ അളവൊന്നും ഉണ്ടാവില്ല. പടയ്ക്ക് തന്നെ. യെസ്, എല്ലാം ഷൂ 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 ഷൂ. യെസ്, വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, മിക്സാക്കിയില്ലേ? അല്ലാണ്ട് ഓക്കെ. ഇനി അതങ്ങോട്ട് പരത്തി അതിനകത്ത് അങ്ങനെ പറ്റിച്ച് വെക്കുക. അവിടെ അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ അമർത്തി വെച്ച്, ചട്ടിയിൽ അങ്ങനെ അമർത്തി വെച്ച് അമർത്തി വെക്കാൻ. കൈ കൊണ്ട് അടിയിൽ ഇങ്ങനെ തേങ്ങ കൂടി കിടക്കുക. അതൊക്കെ മിക്സ് ചെയ്യും. അപ്പൊ അത് മിക്സ് ചെയ്യട്ടെ. സെറ്റാക്ക്. ഇങ്ങനെയാണോ അട പരത്തണ പോലെ? പരത്തിയാ? ആ, ഇനി സ്റ്റവ് ഓണാക്കി കൈ കഴിയട്ടെ. നമ്മൾ നേരത്തെ വന്ന് വെള്ളമൊക്കെ നോക്കി പോയായിരുന്നു കേട്ടോ. അപ്പം ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അപ്പം ഒന്ന് ഇളക്കിയിട്ട് പോയി. മത്തിയൊക്കെ ഫുള്ള് തവിടി പൊടിയൊക്കെ കിടക്കാണ്. ഇനി ഇതിലേക്ക് നമ്മളെന്താ ചെയ്യുന്നത്? വെള്ളം കഴിഞ്ഞു. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഉപ്പില്ല. ഓക്കെ ഗായ്സ്, സംഭവം വേറെ കുറച്ച് സെറ്റാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും മതി. ഇത് മതി. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്ക. ഒരു മണം വരും. മണം. അടിയിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് കഴിച്ച്. അപ്പോൾ അത് ഒന്ന് കുറച്ച് നേരം തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഓക്കെ ഗായ്സ്, സംഭവം സെറ്റാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എല്ലാം കറക്റ്റാ. റിയാക്ഷയുടെ സമയമില്ല, അതാവട്ടെ. ഗൈസ്, അങ്ങനെ ഫൈനൽ നമ്മുടെ മത്തി പീര വട്ടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളി അടിപൊളി സെറ്റായിട്ട് കാണിച്ചോത്തേ. ഞാൻ പറയാം, മത്തിയൊക്കെ മനസ്സാക്കോൺസായിട്ട് പോയി. പക്ഷെ മത്തിയുടെ മുള്ളു മാത്രമേ എടുത്തുള്ളൂ. നമുക്ക് ചെറുതായിട്ടൊന്ന് പാളിയോടെ അറിയാമോ? വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയി. അതുപോലെ തേങ്ങ കുറച്ച് കൂടിപ്പോയി. ഞാൻ പറയില്ല, ഒന്നും കണക്കില്ലാണ്ട് എല്ലാം ഷൂ പോകുന്നുണ്ട്. ഇപ്പം തേങ്ങ ഇത്തിരി കൂടിപ്പോയി. പക്ഷെ സംഭവം സൂപ്പറാ. ഞാൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമല്ലോ, അപ്പോൾ ഒരു പിടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കഴിക്കാൻ പോകണ്ടോ? എങ്ങനെ പറഞ്ഞേ മത്തി പീര വട്ടിച്ചത്. സംഭവം സൂപ്പറായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മളേ ഉണ്ടാക്കിയിട്ട് കുറേയല്ലോ, കൊറോണ സമയത്തിൽ ഉണ്ടാക്കിയ തേങ്ങ ഇട്ട് കുറച്ച് കൂടിപ്പോയി. അത് ഇത് തമ്മിൽ എന്താ ബന്ധം? തേങ്ങ കുറച്ച് കൂടിയതുകൊണ്ട് മീനിന്റെ മേലെ തേങ്ങ മീൻ കാണുന്നില്ല. ഞാൻ എല്ലാത്തിനും അളവില്ലാണ്ടല്ല ഇങ്ങനെ ശുശു എന്ന് പറയട്ടെ. തേങ്ങ ഇത്തിരി ശുശു വയ്ക്കും. അതാണ് പ്രശ്നം.
പക്ഷെ വേറെ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിനിടയിൽ ഞാൻ ഇവളോട് മോര് കാച്ചി ഉണ്ടാക്കാൻ പറയാൻ മറന്നു. മോര് കാച്ചിയതാ? മോര് കാച്ചിയതൊക്കെ ഒഴിച്ചു കൂടാനുണ്ട്. മോര് കാച്ചിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാറുകറി സൂപ്പറാണ്. ഓ അങ്ങനെ. മോര് കാച്ചിയത് സൂപ്പർ അടിപൊളിയാണ്. ഇതിപ്പോ മത്തി വറുത്തതും ചെമ്പിനച്ചാറും ഗ്രീൻ പീസിന്റെ ഇഷ്ടമല്ല. ഇതോളൂ കുഴപ്പമില്ല. പക്ഷെ സംഭവം കൊള്ളാം. ട്രൈ ചെയ്യോ. നിങ്ങൾ ഇത്രയും തേങ്ങ ഇരുന്നോ? ഒരു പൊടിക്ക് തൈ കുറച്ചോ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഓക്കേ.